കേരള സഭ ചരിത്രത്തിൽ ആദ്യമായി 1 മണിക്കൂർ കൊണ്ട് ബൈബിൾ മുഴുവൻ പകർത്തിയെഴുതി കോട്ടയ്ക്കപ്പുറം സെന്റ് മാത്യൂസ് ഇടവകയിലെ ജനങ്ങൾ. അതിരമ്പുഴ ഫൊറോനയിലെ കോട്ടയ്ക്കപ്പുറം സെന്റ് മാത്യൂസ് ഇടവകയിലെ 1000 പേർ ഒരുമിച്ചിരുന്നാണ് ബൈബിൾ പകർത്തി എഴുതിയത്. വചനത്തിന്റെ വെളിച്ചം എന്നർത്ഥം വരുന്ന മെൽസാദ് നുഹ്റ എന്ന പേരിലാണ് വചനെഴുത്ത് സംഘടിപ്പിച്ചത്. 2025 ഫ്രാൻസിസ് മാർപ്പാപ്പ ഈശോമിശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ മഹാജൂബിലിയുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്. അതിനാൽ വചനത്തിന്റെ വർഷം കൂടിയായിട്ടാണ് ആഗോള സാർവത്രിക സഭ 2025 ആഘോഷിക്കുന്നത് എന്ന് ഇടവക വികാരി ഫാദർ സോണി തെക്കുമുറി പറഞ്ഞു. 2025 ആണ്ട് ആഗോള സാർവത്രിക സഭയിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ മഹാജൂബിലി വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്. കർത്താവിൻ്റെ ജനനത്തിൻ്റെ രക്ഷാകരമായ വരവിൻ്റെ 2025 ആണ്ട്. ഈ വർഷത്തെ ഏറ്റവും വലിയ ആഗ്രഹം മാർപ്പാപ്പ പറഞ്ഞത് വിശ്വാസികളെല്ലാം വചനത്തിലേക്ക് തിരികെ പോകണം, വചനത്തിലൊരു വലിയൊരു നവീകരണം ഉണ്ടാകണം. മാർപ്പാപ്പയുടെ ഈ ആഹ്വാനമാണ് ഞങ്ങളുടെ ഇടവകയിൽ ഇങ്ങനൊരു വലിയ സംരംഭത്തിന് പ്രചോദനമായിട്ട് മാറിയത്. കഴിഞ്ഞ 2 മാസങ്ങളായി ഇതിനുവേണ്ടി നന്നായിട്ട് ഒരുങ്ങുകയായിരുന്നു. ഏകദേശം 1000 പേരോളം ഈ ഹോളിലും താഴത്തെ ഹോളിലും പള്ളിമേടനും മുൻവശത്തുമൊക്കെ ആയിട്ട് ഏകദേശം 1000 പേര് 1-2 അധ്യായങ്ങൾ പകർത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം ഇത് പല പ്രാവശ്യം വായിച്ചൊരുങ്ങി എഴുതിയൊരുങ്ങിയൊക്കെയാണ് വന്നിരിക്കുന്നതെന്നുള്ളതാണ്. ഇതിനിട്ടിരിക്കുന്ന പേര് മെൽസാദ് നുഹറ, സുറിയാനി വാക്കാണ്. മെൽസ എന്ന വാക്കിൻ്റെ അർത്ഥം വചനം, നുഹറ എന്ന വാക്കിൻ്റെ അർത്ഥം വെളിച്ചം. അപ്പോൾ വചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് തിരികെ പോകണമെന്നാണ് മാർപ്പാപ്പയുടെ ആഹ്വാനം. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സംരംഭത്തിന് മെൽസാദ് നുഹറ എന്ന പേരിട്ടിരിക്കുന്നത്. എല്ലാ പ്രായക്കാരും ഉണ്ട്, പ്രായമായവർ, മുതിർന്നവർ, രോഗികൾ വീടുകളിലിരുന്നുകൊണ്ട് 250-ലധികം രോഗികൾ വീടുകളിലിരുന്നുകൊണ്ട് ഇന്നലെ വചനം പകർത്തി എഴുതുകയുണ്ടായി. ചെറുപ്പക്കാർ, മതാധ്യാപകർ, കുട്ടികൾ എല്ലാവരും ഈ സംരംഭത്തിൽ പങ്കുചേരുന്നുണ്ട്. ഇടവക കൂട്ടായ്മയുടെ വളർച്ചയുടെ ഒരു വലിയ ചരിത്ര ദൈവികമായ മുഹൂർത്തം കൂടിയാണ് ഇതെന്ന് പറയുന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ സ്കറിയ കന്യാകോണിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് ദൈവവചനമെഴുത്ത് ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങളും മുതിർന്നവരും യുവതി യുവാക്കളും കുട്ടികളും സിസ്റ്റേഴ്സും ദൈവവചനമെഴുതി ചരിത്രത്തിന്റെ ഭാഗമായി മാറി. ഇടവകയുടെ കൂട്ടായ്മയും ആധ്യാത്മിക ചൈതന്യവും വിളിച്ചോതിയ ഒരു സംഭവമായിരുന്നു ഇത്. ഇടവക വികാരി ഫാദർ സോണി തെക്കുമുറിയിലും സഹവികാരി ഫാദർ ജെറിൻ കാവനാട്ടും മതാധ്യാപകരും കൈക്കാരന്മാരും വചനെഴുത്തിന് നേതൃത്വം നൽകി. തറയിൽ പിതാവ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്, കത്തോലിക്ക സഭ ഒരിക്കലും തീവ്രവാദികളെ സൃഷ്ടിക്കുന്നില്ല, പക്ഷേ തീക്ഷ്ണമതികളെയും അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനയിൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള ഒരു പദ്ധതിയായിട്ട് ഇതിനെ കണ്ടെച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അതേ അർത്ഥത്തോട് തന്നെ എടുത്ത് ഞങ്ങൾ ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാൻ വന്നിരിക്കുന്നതും. പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്, നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചുകൂടി ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഇതുണ്ട്. ലോകം മൊത്തം ഇത് ആഗ്രഹമുണ്ട്. 1923 ചങ്ങനാശ്ശേരിയിൽ മാതുരുത്തി അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ പറഞ്ഞ് അധ്യായങ്ങൾ എഴുതി ബൈബിൾ കംപ്ലീറ്റ് പൂർത്തിയാക്കി. 1 വർഷവും 1 മാസവും എടുത്ത്. അതിൽ ഞങ്ങൾ ഒത്തിരി നിയോഗമൊക്കെ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ഞങ്ങൾക്ക് കുറേയൊക്കെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടി. ഇന്ന് ഇവിടെ എഴുതാൻ സാധിച്ചു. അതിന് ദൈവത്തിന് നന്ദി. അതെ, ആളുകൾക്ക് സോഷ്യൽ മീഡിയയും മൊബൈലും മറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇതിനൊന്നും സമയം വളരെ കുറവാണ്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ നമ്മളെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു, എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഒരു ഹറിബറിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആളുകൾ. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലൊരു ശാന്തിയും സമാധാനവും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉൽപ്പത്തി 37 അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഒരാൾ അവനോട് ചോദിച്ചു, നീ അന്വേഷിക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരനെ അന്വേഷിക്കുകയാണ്. അവൻ എവിടെയാണ്? ആട് മേയ്ക്കുകയാണ് എന്ന് ദയവായി പറഞ്ഞു.
സെൻറ് മാത്യൂസ് സൺഡേ സ്കൂളിൽ നമ്മൾ വിശ്വാസോത്സവത്തോടനുബന്ധിച്ച് വചനത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരുപാട് ചാർട്ട് വർക്കുകൾ നടത്തി. ബൈബിളിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതും കൂടുതലായിട്ട് അറിയത്തില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വരച്ചതും ഈ എഴുതിയിരിക്കുന്നതും നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികൾ തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു പുതുതലമുറയുടെ കാര്യം ബൈബിളിൽ നിന്നൊക്കെ അകന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ ഇപ്പോൾ പുറത്തിറങ്ങുന്ന സിനിമകളും എല്ലാം ഇങ്ങനെ ഒരു ഈത്തിസത്തെ, വിശ്വാസമില്ലാത്ത നിരീശ്വരവാദത്തെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം വിശ്വാസമില്ലാത്തത്, നിരീശ്വരവാദം എന്തോ ഒരു വലിയ സംഭവമാണെന്നും വിശ്വസിക്കുന്നതൊക്കെ ഒരു മോശം കാര്യമാണെന്നുള്ളൊരു ചിന്താഗതിയാണ് പുതുതലമുറയിലേക്ക് എത്തുന്നത്. നമ്മുടെ പാഠഭാഗങ്ങളും സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നതും ആ തരത്തിലേക്ക് തരം താഴുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇത്തരത്തിലുള്ള വിശ്വാസോത്സവ പരിപാടികളൊക്കെ അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പൊ വചനത്തെ കുറച്ചുകൂടെ കുട്ടികളിലേക്ക് എത്തിക്കേണ്ട ആവശ്യകത ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമുക്കറിയാം, ലഹരിക്കും മറ്റും അടിമപ്പെട്ടുകൊണ്ട് വളരെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പരസ്പരം തല്ലുണ്ടാക്കി ഒരാളെ കൊല്ലുന്ന സാഹചര്യം വരെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വിശ്വാസത്തിന്റെയും ഒരു കുറവ് മൂലം കുട്ടികൾക്ക് മൂല്യച്യുതി, വളരെ വലിയ കാര്യമായിട്ട് കുട്ടികളിൽ മൂല്യച്യുതി സംഭവിക്കുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ഈ തിന്മകളെല്ലാം. അപ്പൊ ഇന്നത്തെ കാലത്ത് ബൈബിൾ എന്നൊക്കെ പറയുന്നത് വളരെ അവജ്ഞയോടെയാണ് ഇന്ന് നമ്മുടെ സമൂഹം നോക്കിക്കാണുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ ഒരു പഴയ തലമുറ എങ്ങനെയാണോ വിശ്വാസത്തിൽ വളർന്നത് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരുവാൻ ഈ വചനം എഴുത്തും അതുപോലെ തന്നെ ബൈബിളിനെ ബേസ് ചെയ്തുള്ള ഒരുപാട് ചരിത്ര സത്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റേതൊരു ഗ്രന്ഥത്തെ കഴിഞ്ഞും വളരെ ആധികാരികതയും വിശ്വസ്തതയും ഉള്ളതാണ് നമ്മുടെ ബൈബിൾ. അതിന്റെ ചരിത്രത്തെക്കുറിച്ചും അത് എഴുതപ്പെട്ട സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ കൂടുതൽ സാധിക്കുമ്പോൾ നമുക്ക് അതിനോട് കൂടുതൽ അടുക്കാൻ സാധിക്കും. പലരുടെയും ഒരു സംശയമാണ്, ബൈബിളിൻ്റെ വേദപുസ്തകത്തിൻ്റെ പുറത്തുള്ള ഈ ചിത്രം എന്ത് അർത്ഥമാക്കുന്നു? ഇത് നമ്മുടെ കർത്താവിൻ്റെ ജനനം, ജീവിതം, പീഡാനുഭവം, അത് സംഭവിച്ചത് ഭൂമിയിലാണ്. ഇതെല്ലാം അർത്ഥമാക്കുന്ന വളരെ സിംബോളിക് ആയിട്ടുള്ള ഒരു പിക്ചറാണ് വേദപുസ്തകത്തിൻ്റെ മുകളിലുള്ളത്. ഒന്നാമതായി നമ്മുടെ കർത്താവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്ന ഒരു നക്ഷത്രം നമ്മളിതിൽ കാണാൻ കഴിയും. രണ്ടാമതായി നക്ഷത്രത്തിൻ്റെ നടുവിലൂടെയുള്ള കുരിശ് കർത്താവിൻ്റെ പീഡാനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് കർത്താവിൻ്റെ പരസ്യ ജീവിതത്തെ, 33 വർഷങ്ങൾ നീണ്ടു നിന്ന പരസ്യ ജീവിതത്തെ ആണ് സൂചിപ്പിക്കുക. ഏറ്റവും താഴെ കാണുന്ന വര അത് ഭൂമിയെ സൂചിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്ന് വരയെ തൊട്ടല്ല സിമ്പിൾ നിൽക്കുന്നത്, ആ ഭൂമിക്ക് മുകളിലാണ്. എന്ന് പറഞ്ഞാൽ അവൻ പ്രപഞ്ചത്തിൻ്റെ അധിപനാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഭൂമിക്ക് മുകളിൽ കർത്താവിൻ്റെ പീഡാനുഭവ, മരണം, പുനരുത്ഥാനം, ജനന, ജീവിതം സൂചിപ്പിക്കുന്ന ഈ സിമ്പിളിൻ്റെ അർത്ഥം ഇതാണ്. വിശുദ്ധ ബൈബിളിൽ ഈ കളർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈശോയുടെ തിരക്തം അഥവാ പീഡാസഹനം, ഈശോ സഹിച്ച പീഡകളെ പറ്റിയാണ്. ഈ നമ്മൾ കാണുന്ന വെള്ള വര ഈ ഭൂമിയെ സൂചിപ്പിക്കുന്നു.